ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ മൂ സ്പേസ്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് 2 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നെല്ലിക്കയും പിന്നെ 2 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനാണെങ്കിലും സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിലും നമുക്ക് വീട്ടിൽ ഉച്ചയ്ക്ക് കഴിക്കാനാണെങ്കിലും എല്ലാം 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന, കുക്കിംഗ് അടുപ്പിൽ വെച്ച് കുക്കൊന്നും ചെയ്യാത്ത ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം പ്രിപ്പയർ ചെയ്യാൻ ആകെ നമുക്ക് 3 ഐറ്റംസ് മാത്രം മതി. നെല്ലിക്ക, പച്ചമുളക്, ഉപ്പ്. ഇത് വെച്ചിട്ട് നമുക്ക് ഉച്ചത്തെ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ വർക്കിനൊക്കെ പോകുന്നുണ്ട്, ചോറ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അച്ചാറൊക്കെ തീർന്നു പോയി, അല്ലെങ്കിൽ വേറെ കറികളൊന്നുമില്ല, പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഐറ്റമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമില്ല, വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ നെല്ലിക്ക കട്ടി കുറച്ച് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കട്ടി കൂട്ടണമെങ്കിൽ കൂട്ടാം, കട്ടി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ കട്ടി കുറച്ച് നൈസായിട്ട് എടുക്കുക. അപ്പോൾ കുറച്ച് പേരുള്ളെങ്കിൽ ഇച്ചിരി കട്ടി കൂട്ടിയെടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ 2 നെല്ലിക്കയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിനി അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് പച്ചമുളകാണ്. അത് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ദെൻ ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ വീട്ടിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ വർക്കിന് പോകുന്നവരാണെങ്കിൽ അവർക്ക് കറി കൊടുത്തു വിടുന്ന പാത്രം ഉണ്ടാവുമല്ലോ, അതിൽ എല്ലാം കൂടി മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അതായത് നമ്മളിത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാകുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ പാത്രം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാനിവിടെ ചേട്ടന് കൊടുത്തു വിടാനുള്ളത് കൊണ്ട് ചേട്ടൻ കറി കൊണ്ടുപോകുന്ന പാത്രമാണിത്. അപ്പോൾ അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ച് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയമാകുമ്പോൾ അതങ്ങ് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നെല്ലിക്കയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടപ്പൊന്ന് മൂടി വെക്കണം. അടപ്പ് മൂടി ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അത്രയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അടപ്പ് വെച്ച് അടച്ചു. ഇനി ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഇതിലാണ് ഇതിൻ്റെ കാര്യം. എല്ലായിടത്തും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നിങ്ങളിനി ഇതിങ്ങനെ തുറക്കരുത്, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് തുറന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ അകത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഇത് ഉച്ചത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ രാവിലെ ഇത് ചെയ്ത് കൊടുക്കുക. ദെൻ രാത്രിയിലത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ഇത് ചെയ്ത് വെക്കുക. അപ്പോൾ ഒത്തിരി ഉപ്പും പിടിക്കത്തില്ല, ഒരു മീഡിയം ലെവലിൽ ഭയങ്കര കിടു ടേസ്റ്റാണ്. പുളി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.